ഹായ് ഓൾ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് റെയിൽവേ ഫ്ലോനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നിങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും എൻ്റെ കൂടെ ഫോളോ ചെയ്യുക. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും എടുക്കില്ല, ഒരു 3-4 ക്വസ്റ്റ്യൻസ് റെയിൽവേ ഫ്ലോനെ ബേസ് ചെയ്തിട്ട് എടുക്കുകയുള്ളൂ. ബാക്കി നിങ്ങൾ വർക്കൗട്ട് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു 3-4 ക്വസ്റ്റ്യൻ തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി എടുത്താൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യത്തെ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നോക്കാം. എയർ ഹാവിംഗ് എ മാക് നമ്പർ 3 with a total temperature of 295 degree Celsius and static pressure 0.5 bar. സോ നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റാസ് ഒന്നും ഇവിടെ എടുത്ത് എഴുതാം. ഗിവൺ നമുക്ക് എന്തൊക്കെയാണ് തന്നത്? എയർ ഹാവിംഗ് മാക് നമ്പർ 3 തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മുടെ മാക് നമ്പർ 3 തന്നിട്ടുണ്ട്. ഫോർ ദ ടൈം ബീങ് ഞാൻ ഇതിനെ M1 എടുത്ത്. ഓക്കെ, M1 3. ടോട്ടൽ ടെമ്പറേച്ചർ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ടോട്ടൽ ടെമ്പറേച്ചർ ആണ്. അപ്പം ടോട്ടൽ ടെമ്പറേച്ചർ തന്നാൽ നമ്മൾ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യണം? സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അല്ലാതെ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ആയിട്ട് എടുത്താൽ തെറ്റും. ഓക്കെ, അതായത് 295 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആണ് അല്ലേ? അത് തന്നെയാണ് എന്ത്? 568 കെൽവിൻ. ഓക്കെ, അല്ലെങ്കിൽ 568 കെൽവിൻ നമുക്ക് തന്നത് എന്താണ്? സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ നമുക്ക് എന്താ തന്നത്? സ്റ്റാറ്റിക് പ്രഷർ തന്നിട്ടുണ്ട്. എത്ര? P1 = 0.5 ബാർ അല്ലേ? 0.5 ബാർ. അതിൻ്റെ പാസ്കലാക്കുമ്പോൾ എന്ത് വരും? 10⁵ ഇൻറ്റു 10⁵ പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വരും. ഫ്ലോസ് ത്രൂ എ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് adiabatically to another section where the Mach number is 1.5. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിലുള്ള ഒരു എയർ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് കൂടെ പാസ് ചെയ്യുന്ന another section where Mach number = 1.5. Determine the amount of heat transfer and the change in stagnation pressure. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ക്യൂയും അതുപോലെ ചേഞ്ച് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷറും ഡെൽറ്റ P0 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇപ്പം നമുക്കിത് റെയിൽവേ ഫ്ലോൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ റെയിൽവേ ഫ്ലോ എന്നാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? എന്നാൽ എക്സാമിനാകുമ്പോൾ ഇത് റെയിൽവേ ഫ്ലോ ആണോ ഫാനോ ഫ്ലോ ആണെന്ന് എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. ഫാനോ ഫ്ലോൻ്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും ചോദിക്കുക? ആ ഒരു ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഒരു ഫ്രിക്ഷൻ്റെ കാര്യം പറയും. ഓക്കെ, ഇവിടെ ഫ്രിക്ഷൻ്റെ കാര്യം പറയുന്നില്ല. ഇവിടെ എന്താണ് പറയുന്നത്? ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എവിടെ വരിക? റെയിൽവേ ഫ്ലോയിലാണ് വരിക. സോ അങ്ങനെ നമുക്ക് ആ ക്വസ്റ്റ്യൻ റെയിൽവേ ഫ്ലോ ആണോ ഫാനോ ഫ്ലോ ആണെന്ന് സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഈ പോയിന്റിലേക്ക് മടങ്ങി വരാം, ഇല്ല ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് മടങ്ങി വരാം. നമ്മൾ ആദ്യം ആ ഒരു ഡക്റ്റിനെ ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ്. അവിടെ രണ്ട് സെക്ഷൻസ് ഉണ്ട്. M1 1 2 എന്ന് പറഞ്ഞ രണ്ട് സെക്ഷൻസ് ഉണ്ട്. 1 1 അതുപോലെ അത് 2 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 1 എന്നുള്ള സെക്ഷനിൽ എന്തൊക്കെ നിൽക്കുന്നത്? മാക് നമ്പർ തന്നിട്ടുണ്ട്, അതുപോലെ അവിടുത്തെ സ്റ്റാഗ്നേഷൻ പ്രഷർ തന്നിട്ടുണ്ട്, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, 568 കെൽവിൻ തന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ P1 തന്നിട്ടുണ്ട്. എത്ര? 0.5 ബാർ അല്ലെങ്കിൽ 0.5 ഇൻറ്റു 10⁵ പാസ്കൽ. ഓക്കെ, അതുപോലെ 2 എന്നുള്ള സെക്ഷനിൽ നമുക്ക് ആകെ തന്നിരിക്കുന്നത് മാക് നമ്പർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യൂവും അതുപോലെ ഡെൽറ്റ P0 ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബേസിക്കലി ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? CP ഇൻറ്റു T02 മൈനസ് T01 ആയിരുന്നു അല്ലേ? അതായത് നമുക്ക് T0ഉം T01 കണ്ടുപിടിച്ചാൽ മതി. അതുപോലെ ഡെൽറ്റ P0 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെൽറ്റ P0 കണ്ടുപിടിക്കേണ്ടത് നമുക്ക് P01 മൈനസ് P0 അല്ലേ? അപ്പോൾ നമുക്ക് 1 എന്നുള്ള പോയിന്റിലും 2 എന്നുള്ള പോയിന്റിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ പ്രഷറും അതുപോലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കിട്ടി അല്ലേ? സോ നമുക്ക് ആദ്യം 1 എന്നുള്ള പോയിന്റിലുള്ള സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ പ്രഷറും കണ്ടുപിടിക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ആദ്യം നമുക്ക് 1 എന്നുള്ള പോയിന്റിലുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ നമ്മൾ 1 എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ടേബിളാണ് നോക്കേണ്ടത്? ഐസെൻട്രോപിക് ടേബിൾ വേണം നോക്കാൻ. ഓക്കെ, 1 എന്നുള്ള പോയിന്റിലുള്ള ഐസെൻട്രോപിക് ടേബിൾ വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ, സോ പിന്നെ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ഉണ്ടാവുക, അതും കൂടെ ഞാൻ ഇതിൽ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 എന്നുള്ള പോയിന്റുള്ള പ്രോപ്പർട്ടീസ് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഐസെൻട്രോപിക് ടേബിൾ എടുക്കണം. ഓക്കെ, ഐസെൻട്രോപിക് ടേബിൾ എടുക്കണം. സോ അതിനുകൊണ്ട് ഫ്രം ഐസെൻട്രോപിക് ടേബിൾ corresponding to M1 is equal to 3, gamma equal to 1.4. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നമുക്കറിയാം T1/T01 equal to
0.357 എന്ന് കിട്ടും. ഓക്കെ, ഇത് എവിടെ നിട്ടാണ്? നമ്മൾ ഐസെൻട്രോപിക് ടേബിൾ നോക്കുന്നു, അവിടെ എമ്മിൻ്റെ വാല്യൂ 3യും ഗാമേൻ്റെ വാല്യൂ 1.4നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ റേഷ്യോ എടുത്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? T1 കണ്ടുപിടിക്കാൻ പറ്റും. T1 ഈസ് ഈക്വൽ ടു 202.78 കെൽവിൻ. ഓക്കെ, കാരണം എന്താ? T01 നമുക്കറിയാം അല്ലേ? അപ്പം 0.357 ഇൻറ്റു T01 ആണ് 202.78 കെൽവിൻ. ഓക്കെ, ഞാനതിവിടെ ചെയ്യുന്നില്ല, നിങ്ങളത് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കണം അല്ലേ? സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കണം. അപ്പം അതിന് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് റേഷ്യോ കിട്ടും. എന്ത്? P1/P01 ഈസ് ഈക്വൽ ടു ആ ഒരു റേഷ്യോ 0.0272 എന്ന് കിട്ടും. അപ്പം ഇംപ്ലൈസ് നമുക്ക് P01 ആണല്ലോ വേണ്ടതല്ലേ? P01 ഈസ് ഈക്വൽ ടു എന്ത് വരും? P1/0.272 കിട്ടും. ഓക്കെ, സോ അത് ചെയ്ത് നമുക്ക് 18.38 ഇൻറ്റു 10⁵ പാസ്കൽ എന്ന് കിട്ടും. ഓക്കെ, ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക നിങ്ങൾ. സോ നമുക്ക് 1 എന്നുള്ള പോയിന്റില എല്ലാവിധ പ്രോപ്പർട്ടീസും കണ്ടുപിടിച്ച്, സ്റ്റാഗ്നേഷൻ പ്രഷറും അതുപോലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറൊക്കെ നമ്മൾ കണ്ടുപിടിച്ച്. ഇനി നമുക്ക് 2 എന്നുള്ള പോയിന്റിലുള്ള കറസ്പോണ്ടിങ് സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും കണ്ടുപിടിക്കണം. പക്ഷേ നമുക്ക് ആകെ അറിയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 2 എന്നുള്ള പോയിന്റിലെ മാക് നമ്പർ മാത്രമാണ് അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് 2 എന്നുള്ള പോയിന്റിലെ മാക് നമ്പർ മാത്രം അറിഞ്ഞതുകൊണ്ട് അവിടെയുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. 1 എന്ന് വേണം നമുക്ക് 2ലുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ അല്ലേ? അപ്പോൾ അതിനായിട്ട് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒരു റെയിലേ ഫ്ലോൻ്റെ കേസിൽ നമുക്കറിയാം 1 എന്നുള്ള സെക്ഷനിലെ പ്രോപ്പർട്ടീസ് മാത്രം അറിയുന്ന ഒരു കേസിൽ നമുക്ക് 2ലുള്ള മാക് നമ്പർ അറിയാം. ഓക്കെ, അവിടെയുള്ള മാക് നമ്പർ അറിയാം. എന്നാൽ 2 എന്നുള്ള സെക്ഷനിലെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കേണ്ട ആ ഒരു പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ട ഒരു പ്രോ ടിപ്പാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് പഠിക്കുക, കാരണം ഇത് അറിഞ്ഞ കുട്ടിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റും. സോ അത് എന്താണെന്ന് എഴുതി വെച്ചോളാം. P1 സ്റ്റാർ ഈസ് ഈക്വൽ ടു P2 സ്റ്റാർ. ഓക്കെ, ഫസ്റ്റ് റിലേഷനാണ്. അതുപോലെ P01 സ്റ്റാർ ഈസ് ഈക്വൽ ടു P02 സ്റ്റാർ. ഓക്കെ, ഇതാണ് ഒരു പ്രഷറിൻ്റെ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇനി ഇതേപോലെ ടെമ്പറേച്ചറിൻ്റെ റിലേഷൻഷിപ്പ് ഉണ്ട്. T1 സ്റ്റാർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? T2 സ്റ്റാർ ആയിരിക്കും. അതുപോലെ T01 സ്റ്റാർ ഈസ് ഈക്വൽ ടു T02 സ്റ്റാർ ആയിരിക്കും. സോ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലുണ്ട്, അതുപോലെ ഒട്ടുമിക്ക എല്ലാ പ്രോബ്ലത്തിനും ചോദിക്കുന്നല്ല ആവശ്യം വരുന്നൊരു റിലേഷൻഷിപ്പാണ്. യാതൊരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത് T1 ഈക്വൽ ടു T2 ആണെന്നോ അതുപോലെ T01 ഈക്വൽ ടു T02 ആണെന്നൊന്നും ഒരിക്കലും എഴുതി വെക്കരുത്. ഇതൊക്കെ പൊട്ടത്തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അതായത് സ്റ്റാർ വരുന്ന ടേംസ് 1 എന്നുള്ള സെക്ഷനിലും 2 എന്നുള്ള സെക്ഷനിലും സെയിം ആയിരിക്കും എന്ന് ഷോർട്ട് കട്ട് ആയിട്ടൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? റെയിലേ ഫ്ലോൻ്റെ അല്ലെങ്കിൽ റെയിലേ ടേബിൾ യൂസ് ചെയ്തിട്ട് ഫ്രം റെയിലേ ടേബിൾ ഇത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P02യും T02 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം P02യും T02യും കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് വേണ്ടത് ഈ ഒരു ടേമും ഈ ഒരു ടേമുമാണ് വേണ്ടത് അല്ലേ? അപ്പം ഞാൻ റെയിലേ ടേബിൾ യൂസ് ചെയ്തിട്ട് ഇൻലെറ്റിലുള്ള ആ ഒരു റേഷ്യോൻ്റെ ടേംസ് വരുന്നതെടുത്തിട്ട് P02 സ്റ്റാറും T02 സ്റ്റാറും കണ്ടുപിടിക്കും. ഓക്കെ, ഞാനിപ്പം പറഞ്ഞ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടെങ്കിലും ഇത് ചെയ്തു വരുമ്പോൾ വളരെ സിമ്പിളായിരിക്കും. ആദ്യം നമുക്ക് റെയിലേ ടേബിൾ എടുക്കാം. റെയിലേ ടേബിൾ കറസ്പോണ്ടിങ് ടു M1 ഈസ് ഈക്വൽ ടു 3, ഗാമ ഈക്വൽ ടു 1.4. ഇതിൽ നിന്നും ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് എഴുതുകയാണ്. അതായത് P01 സ്റ്റാർ ഈസ് ഈക്വൽ ടു 3.424 ആയിരിക്കും. ഓക്കെ, ഇംപ്ലൈസ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? P01 സ്റ്റാർ കണ്ടുപിടിക്കണം അല്ലേ? P01 സ്റ്റാർ കണ്ടുപിടിക്കണം. P01 സ്റ്റാർ എന്ന് പറഞ്ഞാൽ P01 എന്ന് പറഞ്ഞാൽ 18.38 ഇൻറ്റു 10⁵ പാസ്കൽ ഡിവൈഡഡ് ബൈ 3.424. സോ ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഇത് ചെയ്താൽ നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് 5.36 ഇൻറ്റു 10⁵ പാസ്കൽ കിട്ടും. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഈ കിട്ടിയ P01 സ്റ്റാർ ഉണ്ടല്ലോ,
എന്തായിരുന്നു 5.36 ഇൻറ്റു 10⁵ പാസ്കലാണെന്ന് പറഞ്ഞേ. ഇത് തന്നെ ആയിരിക്കും എന്ത് P02 സ്റ്റാറും. ഓക്കെ, P02 സ്റ്റാറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അറിയാം. എന്തിനാണെന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ മനസ്സിലാവും. ഫോർ ദ ടൈം ബി നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കുക, P01 സ്റ്റാർ തന്നെയായിരിക്കും P02 സ്റ്റാർ എന്നുള്ളതും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ റെയിലേ ടേബിൾ തന്നെ ടെമ്പറേച്ചറിൻ്റെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിൻ്റെ റേഷ്യോ എടുക്കാം. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിൻ്റെ റേഷ്യോ എന്താണെന്ന് നോക്കാം നമുക്ക്. T01 ബൈ T01 സ്റ്റാർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.659 ആണ്. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൽ നിന്നും നമുക്ക് T01 സ്റ്റാർ കണ്ടുപിടിക്കാം. ഓക്കെ, T01 സ്റ്റാർ കണ്ടുപിടിക്കാം. അത് എത്ര കിട്ടും? T01 സ്റ്റാർ എന്ന് പറഞ്ഞൊന്നുമില്ല, T01 ബൈ 0.659 ആയിരിക്കും. സോ അത് ചെയ്ത് നമുക്ക് 868.5 കെൽവിൻ കിട്ടും. ഓൾ റൈറ്റ്, ഇത് തന്നെ ഇരിക്കും എന്ത് T02 സ്റ്റാറും T02 സ്റ്റാറും. അപ്പോൾ നമ്മൾ P02 സ്റ്റാറും T02 സ്റ്റാറും കണ്ടുപിടിച്ച് അല്ലേ? ഈ രണ്ട് വാല്യൂസും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ രണ്ട് വാല്യൂസും ഒന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ. കാരണം ഈ രണ്ട് വാല്യൂസും വെച്ചിട്ടാണ് ഇനി നമ്മൾ എക്സിറ്റിലെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. അപ്പം എക്സിറ്റിലുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ നമുക്ക് എക്സിറ്റിലുള്ള മാക് നമ്പർ അറിയാം അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും റെയിലേ ടേബിൾ കറസ്പോണ്ടിങ് ടു M2 is equal to, അതായത് എക്സിറ്റ് എന്നല്ല 2 എന്നുള്ള സെക്ഷനിൽ മാക് നമ്പർ എത്രയായിരുന്നു? 1.5. അവിടെയുള്ള ഗാമേൻ്റെ വാല്യൂ 1.4 ആണ്. നമുക്കറിയാം അവിടെയുള്ള P02 ബൈ P02 സ്റ്റാറിൻ്റെ വാല്യൂ എത്രയാണ്? 1.122 ആണ്. ഓക്കെ, ആ ഡാറ്റ ബുക്ക് നോക്കി നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് കിട്ടും. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? P02 കണ്ടുപിടിക്കണം അല്ലേ? P02 കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എന്ത് കിട്ടും? 1.122 ഇൻറ്റു നമ്മൾ P02 സ്റ്റാർ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? 5.36 ഇൻറ്റു 10⁵ ആണ് അല്ലേ? ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഇത് ചെയ്താൽ നമുക്ക് ദാറ്റ് ഇസ് ഇക്വൽ ടു 6.02 ഇൻറ്റു 10⁵ പാസ്കൽ കിട്ടും. ഓൾ റൈറ്റ്, ഇനി സിമിലർലി നമ്മൾ അടുത്തത് എന്ത് കണ്ടുപിടിക്കുന്നത്? ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നത്. T02 ബൈ T02 സ്റ്റാർ ഈസ് ഇക്വൽ ടു 0.909 ആണ്. ഓക്കെ, നമ്മൾ ആ ഒരു റെയിലേ ടേബിൾ M2 is equal to 1.5 ഗാമ equal to 1.4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള T02 ബൈ T02 സ്റ്റാറിൻ്റെ വാല്യൂ ആണ് 0.909 എന്ന് അറിഞ്ഞിരിക്കാം. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് T02 കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 789 കെൽവിൻ കിട്ടും. ഓൾ റൈറ്റ്, ഇപ്പം നമുക്ക് എല്ലാ അൺനോൺസും കണ്ടുപിടിച്ച്, അതായത് ഇൻലെറ്റിലുള്ള സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസും എക്സിറ്റിലുള്ള സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസും കണ്ടുപിടിച്ച്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം. ഹീറ്റ് ട്രാൻസ്ഫർ, ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ Q എന്ന് പറഞ്ഞാൽ CP ഇൻറ്റു T02 മൈനസ് T01 ആണ്. ഓക്കെ, സോ ഇത് ചെയ്താൽ CP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? അല്ലെങ്കിൽ 1005 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആയാലും മതി. എന്തായാലും അതെടുക്കുക. T02ൻ്റെ വാല്യൂ 789 ഇപ്പം കിട്ടിയിട്ടുള്ളൂ. പിന്നെ T01ൻ്റെ വാല്യൂ 568. ഓക്കെ, സോ അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2.225 ഇൻറ്റു 10⁵ ജൂൾ പെർ കിലോഗ്രാം ആയിട്ട് നമ്മുടെ എന്ത് കിട്ടും? നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടും. ഓൾ റൈറ്റ്, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കണ്ടുപിടിക്കണം അല്ലേ? സോ സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എന്താണ് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് എന്ന് പറഞ്ഞാൽ? ഡെൽറ്റ P0 ആണ് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് എന്ന് പറഞ്ഞാൽ. അതായത് P01 മൈനസ് P02 ആയിരിക്കും. സോ അത് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 1.235 ഇൻറ്റു 10⁶ പാസ്കലായിരിക്കും നമ്മുടെ സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ്. ഓൾ റൈറ്റ്, അപ്പം ഈ ഒരു പ്രോബ്ലം വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഇതൊരു ടിപ്പിക്കൽ പ്രോബ്ലം ആണ്. ഇതുപോലത്തെ പ്രോബ്ലം ആയിരിക്കും റെയിലേ ഫ്ലോയിൽ കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് എടുക്കാം. നമുക്ക് അടുത്തായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇത് മറ്റൊരു മോഡൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ചെറിയ വാല്യൂസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. ഇത് 2019 ഏപ്രിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എയർ ഫ്ലോസ് വിത്ത് നെഗ്ലിജിബിൾ ഫ്രിക്ഷൻ ഇൻ എ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് അറ്റ് സെക്ഷൻ 1. അപ്പോൾ നമുക്ക് ആദ്യം ആ സിറ്റുവേഷൻ ഇവിടെ നിന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പം
കോൺസ്റ്റന്റ് ഏരിയ ഡക്ട്. ഇതാണ് നമ്മുടെ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് എന്ന് കരുതുക. അറ്റ് സെക്ഷൻ 1 എന്തൊക്കെയാണ് പറഞ്ഞത്? അറ്റ് സെക്ഷൻ 1 ഇതാണ് നമ്മുടെ 1 എന്ന് പറഞ്ഞ സെക്ഷൻ. ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ പ്രൊസീഡ് ചെയ്യുന്നതെന്ന് കരുതുക. ഓക്കെ, അറ്റ് സെക്ഷൻ 1 ദ ഫ്ലോ പ്രോപ്പർട്ടീസ് ആർ എന്തൊക്കെയാണ്? ഫ്ലോ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. T1 is equal to 60.4 ഡിഗ്രി സെൽഷ്യസ്. അതായത് 60.4 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് ആക്കുമ്പോൾ എത്ര വരും? T1 is equal to കെൽവിനിലേക്ക് ആക്കുമ്പോൾ 333.4 കെൽവിൻ കിട്ടും. ഇനി പ്രഷർ P1 is equal to 135 കിലോ പാസ്കൽ കിട്ടും, തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? അബ്സല്യൂട്ട് വെലോസിറ്റി C1 എത്ര തന്നിട്ടുണ്ട്? 732 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. പിന്നെന്താ ചോദിച്ചത്? ദ ഹീറ്റ് ആഡഡ് ടു ദ ഫ്ലോ ബിറ്റ്വീൻ സെക്ഷൻ ആൻഡ് സെക്ഷൻ heat is added to the flow between section 1 and 2 where the Mach number is 1.4. Determine the flow properties at the section 2 heat transfer per unit mass and the entropy change. So ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അല്ലേ? ഈ 2 എന്ന് പറഞ്ഞ സെക്ഷനിൽ മാക് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 എന്ന് പറഞ്ഞ സെക്ഷനിൽ മാക് നമ്പർ 1.4 തന്നിട്ടുണ്ട് അല്ലേ? നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഡിറ്റർമിൻ ദി ഫ്ലോ പ്രോപ്പർട്ടീസ് അറ്റ് 2, അതായത് ഫ്ലോ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ ടെമ്പറേച്ചർ, പ്രഷർ T2 P2, പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം അല്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണമെങ്കിൽ T0 1ഉം T0 2ഉം വേണം അല്ലേ? പിന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എൻട്രോപ്പി ചേഞ്ച്. എൻട്രോപ്പി ചേഞ്ചിന് നമുക്ക് എന്തൊക്കെ വേണം? എൻട്രോപ്പി ചേഞ്ച് നമുക്ക് എക്സിറ്റിലുള്ള ടെമ്പറേച്ചറും പ്രഷറും അതുപോലെ ഇൻലെറ്റിലുള്ള ടെമ്പറേച്ചറും പ്രഷറും മാത്രം മതി. ഓക്കെ, സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ നമുക്ക് ഇതിൽ ആദ്യം എന്തൊക്കെ ഗിവൺ ഡാറ്റ തന്നിട്ടുണ്ട്, അതുപോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മിസ്സിംഗ് ആണ്. എന്താണ്? ഇൻലെറ്റിലെ മാക് നമ്പർ നമുക്ക് മിസ്സിംഗ് ആണ്. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻലെറ്റിലെ മാക് നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇൻലെറ്റിലെ മാക് നമ്പർ കണ്ടുപിടിക്കാം. M1 is equal to ഇൻലെറ്റിലെ മാക് നമ്പർ എന്ന് പറഞ്ഞാൽ M1 equal to C1 by A1 ആണ്. C1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 732 divided by root of gamma RT അല്ലേ? ഗാമ RT, ഗാമ എന്ന് പറഞ്ഞാൽ 1.4, R എന്ന് പറഞ്ഞാൽ 287. ഈ ഗാമിൻ്റെ ആറിൻ്റെ വാല്യൂ തരാത്ത കേസിൽ ഇത് ഈ ഒരു വാല്യൂ അസ്യൂം ചെയ്ത് എടുത്ത് എഴുതിക്കോളാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കാരണം എല്ലാ എക്സാമിനും ഇത് തന്നോളണമെന്നില്ല. തരാത്ത കേസിൽ ഇത് പഠിക്കണമെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്താണ്. സോ എന്തായാലും ഈ ഒരു വാല്യൂ അറിഞ്ഞിരിക്കാം. ഇൻറ്റു T1 എത്രയായിരുന്നു? 333 അല്ലേ? 333.4 ആണ് അല്ലേ? സോ അത് ചെയ്താൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി മാക് നമ്പറിൻ്റെ വാല്യൂ 2 കിട്ടും. ഓക്കെ, മാക് നമ്പർ നമുക്ക് 2 കിട്ടും. അപ്പോൾ ഈ ഒരു സെക്ഷനിലെ മാക് 1 എന്നുള്ള സെക്ഷനിൽ എന്താണ്? മാക് നമ്പർ 2 ആയിരിക്കും അല്ലേ? ഇനി നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാം. ഈ റെയിലേ ഫ്ലോൻ്റെ സൂപ്പർസോണിക് ഫ്ലോ ആകുമ്പോൾ ഈ റെയിലേ ഫ്ലോ എന്ത് സംഭവിക്കും? ഹീറ്റിങ്ങിൻ്റെ എഫക്റ്റ് കൊണ്ട് അതിൻ്റെ മാക് നമ്പർ കുറയാണ് ചെയ്യുക അല്ലേ? അപ്പം ഒരു കുട്ടിക്ക് ഇവിടെ ഇനീഷ്യലി മാക് നമ്പർ 1.4, അതായത് 2 എന്നുള്ള സെക്ഷനിൽ 1.4 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ M1ൽ എന്തായിരിക്കും? തീർച്ചയായും 1.4നേക്കാളും കൂടുതലായിട്ടുള്ളൊരു വാല്യൂ ആണെന്നുള്ളത് ഒന്ന് ഗസ് ചെയ്യാമായിരുന്നു ആദ്യം തന്നെ. സോ നമുക്ക് എന്തായാലും ഇത് ശരിയാണെന്നുള്ളത് അങ്ങനെ പ്രൂവ് ചെയ്യാം. കാരണം എന്തായാലും 1 എന്നുള്ള സെക്ഷനിൽ കൂടുതലായിരിക്കും മാക് നമ്പർ ഉണ്ടാകുക. ഓക്കെ, ജസ്റ്റ് ആ റെയിൽവേ ലൈനിൻ്റെ ബേസിക്സ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നമുക്കിനി അടുത്തായിട്ട് ഈ ഒരു അതായത് 1 എന്നുള്ള സെക്ഷനിലുള്ള ഇപ്പോൾ നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷറും ടെമ്പറേച്ചറും കണ്ടുപിടിക്കാം. ഓക്കെ, 1 എന്നുള്ള സെക്ഷനിലെ സ്റ്റാഗ്നേഷൻ പ്രഷറും ടെമ്പറേച്ചറും കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് വേണം? 1 എന്നുള്ള സെക്ഷനിലെ സ്റ്റാഗ്നേഷൻ പ്രഷറും ടെമ്പറേച്ചറും കണ്ടുപിടിക്കാൻ നമുക്ക് ഐസെൻട്രോപിക് ടേബിൾ എടുക്കണം. ഓക്കെ, ഐസെൻട്രോപിക് ടേബിൾ എടുക്കണം. 1 എന്നുള്ള സെക്ഷനിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ പ്രഷറും ആയ T01 ഉം P01 ഉം കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഐസെൻട്രോപിക് ടേബിൾ കറസ്പോണ്ടിങ് ടു M1 is equal to 2, gamma equal to 1.4, P1 by P01 is equal to 0.128 implies ഇതിൽ നിന്ന് നമുക്ക് P01 കണ്ടുപിടിക്കാം. എന്താണ് P01 പറഞ്ഞാൽ? P01 is equal to P1 by 0.128, അതായത് 135 by 0.128. സോ ഇത് ചെയ്താൽ നമുക്ക് 1054.6 കിലോ പാസ്കൽ ആയിട്ട് കിട്ടും. ഓൾറൈറ്റ്, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ
ഐസെൻട്രോപിക് ടേബിൾ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം, T01 കണ്ടുപിടിക്കണം. സോ അതിനായിട്ട് ഞാൻ T1 by T01 is equal to 0.555 implies നമുക്ക് T01 ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ്സ് ഈക്വൽ ടു T1 by 0.555. T1 എന്ന് പറഞ്ഞാൽ 333.4 by 0.555. സോ അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? T01 നമുക്ക് 600 കിട്ടും. ഓക്കെ, T01 600 കിട്ടും, 600 കെൽവിൻ കിട്ടും. ഓക്കെ, 600.72 ഉണ്ട്, 600.72 കെൽവിൻ, 600.72 കെൽവിൻ കിട്ടും. സോ നമുക്ക് കിട്ടിയ ആ P1ഉം T1ഉം അതുപോലെ സ്റ്റാഗ്നേഷൻ പ്രഷറും ടെമ്പറേച്ചറും, അതായത് 1ഉള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഞാനൊന്ന് ഇവിടെ എടുത്ത് എഴുതുന്നുണ്ട്. T1 is equal to 333.4 കെൽവിൻ, അതുപോലെ P1 is equal to 135 കിലോ പാസ്കൽ, P01 is equal to 1054.6 കിലോ പാസ്കൽ, 6 കിലോ പാസ്കൽ, T01 is equal to 600.72 കെൽവിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തായിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് P2 സ്റ്റാർ അതുപോലെ P02 സ്റ്റാർ, T2 സ്റ്റാർ, T02 സ്റ്റാർ എന്നീ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ പ്രോബ്ലം, കഴിഞ്ഞ സെഷനിൽ ചെയ്ത അതേ പ്രോബ്ലം പോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെയായിരുന്നു? നമുക്കറിയാം P1 സ്റ്റാർ ഈസ് ഈക്വൽ ടു P2 സ്റ്റാർ ആണെന്നറിയാം അല്ലേ? അതുപോലെ P01 സ്റ്റാർ ഈക്വൽ ടു P02 സ്റ്റാർ ആണെന്നറിയാം. അതുപോലെ T1 സ്റ്റാർ ഈസ് ഈക്വൽ ടു T2 സ്റ്റാർ ആണെന്നറിയാം. അതുപോലെ T01 സ്റ്റാർ ഈസ് ഈക്വൽ ടു T02 സ്റ്റാർ ആണെന്നറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഇൻലെറ്റിലെ കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ എല്ലാ സ്റ്റാർ പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും സ്റ്റാർ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കും. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഫ്രം റെയിലെ ടേബിൾ കറസ്പോണ്ടിങ് ടു 1 എന്നുള്ള സെക്ഷനിൽ മാക് നമ്പർ എത്രയാണ്? 2 അല്ലേ? 1 എന്നുള്ള സെക്ഷനിലെ മാക് നമ്പർ 2, M1 is equal to 2, ഗാമ equal to 1.4. ഓക്കെ, ഇതിൽ നിന്നും ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു? P1 by P1 സ്റ്റാർ is equal to എത്രയാണ്? 0.364 ആണ് നമുക്ക് ആ ടേബിളിൽ നിന്ന് കിട്ടുക. ഓക്കെ, 0.364 ആണ്. ഇതിൽ നിന്നും ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നത്? P1 സ്റ്റാർ കണ്ടുപിടിക്കുക അല്ലേ? P1 സ്റ്റാർ കണ്ടുപിടിക്കുക. P1 സ്റ്റാർ എന്ന് പറഞ്ഞാൽ P1 by 0.364 ആയിരിക്കും. അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 370 കിലോ പാസ്കൽ കിട്ടും. ഓക്കെ, ഇത് തന്നെ ആയിരിക്കും എന്ത്? P2 സ്റ്റാറും. ഓൾ റൈറ്റ്, ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? അടുത്തായിട്ട് P01 സ്റ്റാർ ബൈ P02 സ്റ്റാർ ചെയ്യുക. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? P01 by P01 സ്റ്റാർ കണ്ടുപിടിക്കാം. ഓക്കെ, കണ്ടുപിടിക്കേണ്ട, നമുക്ക് ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടും. 1.503 നമുക്ക് ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു വാല്യൂ നമുക്ക് ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P01 സ്റ്റാർ കണ്ടുപിടിക്കാം. P01 സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? P01 by 1.503. സോ അത് ചെയ്താൽ നമുക്ക് 701.66 കിലോ പാസ്കൽ കിട്ടും. ഇത് തന്നെ ഇരിക്കും എന്ത്? നമ്മുടെ P02 സ്റ്റാറും. ഓൾ റൈറ്റ്, ഇനി അതുപോലെ T1 by നമുക്ക് ഡാറ്റ ബുക്കിൽ നിന്ന് എന്ത് കിട്ടും? T1 by T1 സ്റ്റാറിൻ്റെ വാല്യൂ കിട്ടും. എത്ര? 0.529 കിട്ടും. ഓൾ റൈറ്റ്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? T1 സ്റ്റാർ കിട്ടും. T1 സ്റ്റാർ ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? 630 കെൽവിൻ കിട്ടും. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും. ഇത് തന്നെ ആയിരിക്കും നമ്മൾ എന്ത്? T2 സ്റ്റാറും. ഓൾ റൈറ്റ്, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? T01 by, ഇനി നമുക്ക് T01 സ്റ്റാർ കണ്ടുപിടിക്കണം അല്ലേ? T01, ഈ ഒരു T01 by T01 സ്റ്റാർ എന്നുള്ളത് നമുക്ക് ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ 0.793 ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? T01 സ്റ്റാർ കിട്ടും. T01 സ്റ്റാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 757.5 കെൽവിൻ കിട്ടും. ഇത് തന്നെ ഇരിക്കും എന്ത്? T02 സ്റ്റാറും. സോ നമ്മൾ ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും സ്റ്റാർ വാല്യൂസ് കണ്ടുപിടിച്ച്, ആൻഡ് ഈ ഒരു സ്റ്റാർ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സിറ്റിലെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കും. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യും? വീണ്ടും റെയിലെ ടേബിൾ എടുക്കും. ഓക്കെ, ഫ്രം റെയിലെ ടേബിൾ കറസ്പോണ്ടിങ് ടു, നമുക്കറിയാം M2 എന്ന് പറഞ്ഞാൽ 1.4 ആണ്, ഗാമ ഈക്വൽ ടു 1.4. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള P2 by P2 സ്റ്റാറിൻ്റെ വാല്യൂ 0.641 ആണ്.
ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, P2 കണ്ടുപിടിക്കാം. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു ചെയ്താൽ നമുക്ക് 237.73 കിലോ പാസ്കൽ കിട്ടും. ഓൾ റൈറ്റ്. ഇനി അതുപോലെ P02 സ്റ്റാറും നമുക്ക് ഡാറ്റ കിട്ടും. അതിൻ്റെ വാല്യൂ എത്ര കിട്ടുക, 1.078 ആയിരിക്കും. ആൻഡ് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, P0 കണ്ടുപിടിക്കാം അല്ലേ. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് P0 നമുക്ക് എത്ര കിട്ടും, 756.3 കിലോ പാസ്കലായിട്ട് കിട്ടും. സിമിലർലി നമുക്ക് എന്താ പറയാം, T2 സ്റ്റാർ ഈസ് ഇക്വൽ ടു 0.805 ആയിരിക്കും. ഇതും ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക, T2 കണ്ടുപിടിക്കുക, എക്സിറ്റിലുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. അത് നമുക്ക് 507 കെൽവിനായിട്ട് കിട്ടും. ഓൾ റൈറ്റ്. ഇനി അടുത്തായിട്ട് T02 സ്റ്റാർ ചെയ്ത് നോക്കാം. T02 സ്റ്റാർ ചെയ്ത് നോക്കില്ല, ഇത് നമുക്ക് ഡാറ്റ ബുക്ക് കിട്ടും. 0.934 എന്നുള്ള വാല്യൂ നമുക്ക് ഡാറ്റ ബുക്ക് കിട്ടും. ഓൾ റൈറ്റ്. സോ അതെന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ നിന്ന് നമുക്ക് T02 കണ്ടുപിടിക്കാൻ പറ്റും. T02 ഈസ് ഈക്വൽ ടു 707 കെൽവിൻ കിട്ടി. ഓൾ റൈറ്റ്. സോ നമുക്ക് T02 കിട്ടി, എക്സിറ്റിലെ ടെമ്പറേച്ചർ കിട്ടി, എക്സിറ്റിലെ സ്റ്റാഗ്നേഷൻ പ്രഷർ കിട്ടി, അതുപോലെ എക്സിറ്റിലെ പ്രഷറും കിട്ടി. സോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓൾമോസ്റ്റ് ഒരു 80% കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കിട്ടിയ വാല്യൂസ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ കാണാനുള്ള ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലേ. അതുപോലെ എൻട്രോപ്പി കാണാനുള്ള ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടും. സോ അടുത്തായിട്ട് ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഹീറ്റ് ട്രാൻസ്ഫർ Q is given by, എന്തായിരുന്നു Q എന്ന് പറഞ്ഞ ഇക്വേഷൻ, CP ഇൻറ്റു T02 മൈനസ് T01 ആയിരിക്കും അല്ലേ. CPൻ്റെ വാല്യൂ 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ഇൻറ്റു T02 എന്ന് പറഞ്ഞാൽ 707 മൈനസ് 600.72 ആയിരിക്കും. സോ ഇത് ചെയ്താൽ നമുക്ക് 106.84 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ കിട്ടും. ഓൾ റൈറ്റ്. കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ഉണ്ടാവില്ല, കിലോ ജൂൾ പെർ കിലോഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കിലോ ജൂൾ പെർ കിലോഗ്രാം കിട്ടും. ഇനി നമുക്ക് അടുത്തായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേഞ്ച് ഇൻ എൻട്രോപ്പി കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ എൻട്രോപ്പി. ഓക്കെ. ചേഞ്ച് ഇൻ എൻട്രോപ്പി നമ്മൾ ഇതിനു മുമ്പ് കണ്ടുപിടിച്ചത് എവിടെയായിരുന്നു, നോർമൽ ഷോക്കിലായിരുന്നു കണ്ടുപിടിച്ചത്. സോ നമ്മൾ അവിടെ കണ്ടുപിടിച്ച റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ പുതിയതായിട്ട് ചേഞ്ച് ഇൻ എൻട്രോപ്പി കണ്ടുപിടിക്കാൻ ഒരു റിലേഷൻ യൂസ് ചെയ്യണം. അതായത് CP/Ln. ഈ ഒരു റിലേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. കാരണം നമുക്ക് ഈ ഒരു ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം നിങ്ങൾ. CP/Ln T2/T1. ഓക്കെ. T2/T1 ന്യൂമറേറ്ററിൽ ഹോൾ ഡിവൈഡഡ് ബൈ P2/P1 റൈസ് ടു ഗാമ മൈനസ് 1/ഗാമ. ഇതാണ് നമ്മുടെ എന്ത് എൻട്രോപ്പി ചേഞ്ച് അക്രോസ് സെക്ഷൻ 1 and 2 എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓൾ റൈറ്റ്. ഇതിൽ നിന്നും നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെയാണ് വാല്യൂസ്, 1.005 ഇൻറ്റു Ln T2/T1. T2 എന്ന് പറഞ്ഞാൽ 507.34 ഡിവൈഡഡ് ബൈ 333.4 whole divided by 237.73 divided by 135 raised to 1.4 minus 1/1.4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും. ഇത് ചെയ്താൽ നമുക്ക് എൻട്രോപ്പി ചേഞ്ച് S2 minus S1 is equal to 0.2594 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ കിട്ടും. സോ ഈ ഒരു രണ്ട് പ്രോബ്ലം വളരെ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കുക. വീണ്ടും ആവർത്തിച്ച് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് മറ്റ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് പല ടെക്സ്റ്റ് ബുക്കിലും അവൈലബിൾ ആണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്ക് മറ്റു കുറച്ച് പ്രോബ്ലംസും കൂടെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.